എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 17-ാം തീയതി പുതിയതായി OTT-ൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആദ്യത്തേത് ഒരു തമിഴ് മൂവിയാണ് ചിന്ന ചിന്ന ആസൈ. ഈ ഫീൽ ഗുഡ് കുടുംബചിത്രം വാരണാസിയുടെ പശ്ചാത്തലത്തിലാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നിലവിൽ മികച്ച പ്രതികരണങ്ങളോടെയാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ജൂലൈ മാസം അവസാനത്തിലോ ഓഗസ്റ്റ് മാസം ആദ്യവാരത്തിലോ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തെലുങ്ക് ആക്ഷൻ ഡ്രാമ ചിത്രമാണ് മാ ഇന്ദി ബംഗാരം. നന്ദിനി റെഡ്ഡിയുടെ സംവിധാനത്തിൽ സാമന്ത റൂത്ത് പ്രഭു പ്രധാന വേഷത്തിലെത്തിയ മൂവിയാണ് മാ ഇന്ദി ബംഗാരം. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഹൊറർ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദ വിസ്പർമാൻ. ടോം കെന്നഡി തന്റെ ഭാര്യയുടെ അപ്രതീക്ഷിതമായ വിയോഗത്തിന് ശേഷം തന്റെ മകൻ ജെയ്ക്കിനൊപ്പം ഫെദർ ബാങ്ക് എന്ന ഗ്രാമത്തിൽ താമസിക്കാനെത്തുന്നതും അവിടെ നിന്നും തന്റെ മകനെ ദി വിസ്പർമാൻ എന്ന പേരുള്ള സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടുപോവുകയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിൽ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു തെലുങ്കു ഫാമിലി ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് മധുരാപുരി സദന. ഒരു സാധാരണ ഇടത്തരക്കാരന്റെ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നവും അതിനെ തുടർന്നുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സായ് തരുൺ റെഡ്ഡി സംവിധാനം ചെയ്ത ഈ സിനിമ ETV-യിലൂടെ ഡയറക്റ്റ് OTT-ൽ റിലീസായിരിക്കുകയാണ്. അടുത്തതൊരു ഹിന്ദി കോമഡി ഡ്രാമ വെബ് സീരീസ് ആണ് ആദർശ് ബാൽ വിദ്യാലയ്. തമാശയും വൈകാരികമായ നിമിഷങ്ങളും ഒരേപോലെ കോർത്തിണക്കി ഒരു തകർന്ന സ്കൂളിനെ മാറ്റിയെടുക്കാൻ ഒരു കൂട്ടം മനുഷ്യർ നടത്തുന്ന പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെ കഥയാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. ജൂലൈ മാസം 24 മുതൽ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈം വീഡിയോസിൽ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് തമിഴിൽ നിന്നും ഒരു മെഡിക്കൽ ഡ്രാമ വെബ് സീരീസ് ആണ് ഹാർട്ട് ബീറ്റ് സീസൺ 3. മലയാളി താരം അനുമോൾ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ സീരീസിൽ കൂടുതൽ സങ്കീർണമായ മെഡിക്കൽ കേസുകളും അടിയന്തര ഘട്ടങ്ങളും നമുക്ക് കാണാൻ കഴിയും. അടുത്തതൊരു ബോളിവുഡ് റൊമാന്റിക് ഡ്രാമ ചിത്രമാണ് ചാന്ദ് മേരാ ദിൽ. ലക്ഷ്യയും അനന്യ പാണ്ഡെയും പ്രധാന വേഷത്തെത്തി വിവേക് സോണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഒരു സാധാരണ ക്യാമ്പസ് പ്രണയമായി തുടങ്ങി പിന്നീട് ജീവിതത്തിലെ കടുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് മാറുന്നൊരു കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് പള്ളിച്ചട്ടമ്പി. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസിനെ കൂടാതെ കയാദു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ്, സുധീർ കരമന എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സോണി ലിവിലൂടെ ജൂലൈ മാസം 24 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് അമേരിക്കയിലെ ഒരു പ്രശസ്തമായ ക്രൈം ത്രില്ലർ സീരീസ് ആണ് ദ ഹണ്ടിംഗ് പാർട്ടി സീസൺ 2. ഡേഞ്ചറസ് ആയ സീരിയൽ കില്ലറുകളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ഫോടനം നടക്കുകയും അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ഇവരെ തിരിച്ചുപിടിക്കാൻ ഒരു പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണമാണ് ഈ പരമ്പരയുടെ പ്രധാന പ്രമേയം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളം ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ചിത്തിനി. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ഈ സിനിമ വയനാട്ടിലെ ഒരു മലയോര ഗ്രാമത്തിൽ നടക്കുന്ന ദുരൂഹമായ സംഭവങ്ങളും ഒരു യക്ഷികഥയുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. വിനയ് ഫോർട്ട്, ജോണി ആന്റണി, ജോയ് മാത്യു, സുധീഷ്, ആരതി നായർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. മനോരമ മാക്സിലൂടെ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഹോളിവുഡ് കോമഡി ചിത്രമാണ് 72 Hours. പ്രശസ്ത കോമഡി താരം കെവിൻ ഹാർട്ടാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 24 മുതൽ ഈ മൂവി OTT-ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹോളിവുഡ് ആക്ഷൻ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ദ റണ്ണർ. ഒരു അതിജീവനത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിലൂടെ സെപ്റ്റംബർ 2 മുതൽ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ കോമഡി സീരീസ് ആണ് സ്റ്റോർട്ട് ഫെയിൽസ് ടു സേവ് ദ യൂണിവേഴ്സ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ മാസം 24 മുതൽ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ഗാട്ടാ ഗുസ്തി 2. 2022 പുറത്തിറങ്ങിയ ഗാട്ടാ ഗുസ്തി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഗാട്ടാ ഗുസ്തി 2. വിഷ്ണു വിശാലും ഐശ്വര്യലക്ഷ്മിയുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു കുടുംബത്തിലെ ഭാര്യയുടെയും ഭർത്താവിന്റെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിലെ രസകരമായ പ്രശ്നങ്ങളുമാണ് സിനിമയുടെ പ്രധാന കാതൽ. ഈ സ്പോർട്സ് കോമഡി ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം ആദ്യവാരമോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം പകുതിക്കോ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്.